സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. ശബരിമലയിലെ തിരക്കിൽ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഏകോപനം ഉണ്ടായില്ലെന്ന് കോടതി. മുന്നൊരുക്കത്തിലും വീഴ്ച സംഭവിച്ചു. എല്ലാവരെയും കയറ്റിവിടുക എന്നത് തെറ്റായ സമീപനമെന്നും പരാമർശം. ശബരിമലയിൽ അടിയന്തര നടപടി സ്വീകരിക്കണം. നടപടിയില്ലെങ്കിൽ UDF സന്നിധാനത്തെത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇറങ്ങിയ 3 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. സംഭവം ഇടുക്കി ചെറുതോണിയിൽ. മരിച്ചത് വാഴത്തോപ്പ് ഗിരിജ്വതി പബ്ലിക് സ്കൂളിലെ പ്ലേ സ്കൂൾ വിദ്യാർത്ഥിനി ഹൈസൽവൻ. അപകടമുണ്ടായത് സ്കൂൾ കോമ്പൗണ്ടിൽ പിന്നോട്ടെടുത്ത ബസ്സിനടിയിൽപ്പെട്ട്. UDF സ്ഥാനാർത്ഥി വൈഷ്ണവ് സുരേഷിന് മത്സരിക്കാനാവുമോ എന്ന് ഇന്നറിയാം. വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ഇന്ന്. വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത സംഭവത്തിൽ VM വിനു ഹൈക്കോടതിയിൽ ഹർജി നൽകി. വോട്ട് ചെയ്യാനുള്ള ഭരണഘടനാപരമായ അവകാശം പുനഃസ്ഥാപിച്ചു നൽകണമെന്ന ആവശ്യം. ചെങ്കോട്ട സ്ഫോടന കേസിലെ മുഖ്യപ്രതിയായ ഉമറിനും സംഘത്തിനും ISIS സഹായം ലഭിച്ചോ എന്ന സംശയം. ഉമർ വീഡിയോ ചിത്രീകരിച്ചതിന് പിന്നിലും ISIയുടെ പങ്ക് പരിശോധിക്കുന്നു. സ്ഫോടനത്തിന് ശേഷം അൽഫല സർവകലാശാലയിലെ ഗേറ്റിലൂടെയാണ് ഉമർ രക്ഷപ്പെട്ടതെന്നും കണ്ടെത്തൽ. വിശദമായ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ മണ്ഡലകാല ഏകോപനത്തിൽ ദേവസ്വം ബോർഡിനെ വിമർശിച്ച് ഹൈക്കോടതി. 6 മാസം മുൻപെങ്കിലും ശബരിമലയിൽ ഒരുക്കങ്ങൾ തുടങ്ങേണ്ടിയിരുന്നു. തിരക്ക് നിയന്ത്രിക്കാൻ വെർച്വൽ ക്യൂവിന്റെ എണ്ണം കുറയ്ക്കേണ്ടി വരും. വിഷയത്തിൽ സർക്കാരും ദേവസ്വം ബോർഡും മറുപടി നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഇർഫാൻ ഇബ്രാഹിം സേട്ട് ചേരുന്നുണ്ട്. ഇർഫാൻ, ഈ കോടതിയുടെ ഭാഗത്തു നിന്ന് രൂക്ഷമായ വിമർശനമാണ് ദേവസ്വത്തിനും സർക്കാരിനും നേരിട്ടതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം വലിയൊരു അപകടം തന്നെയാണ് വഴിമാറിപ്പോയതെന്ന് പറയേണ്ടി വരും. കാരണം അത്രയും തിക്കും തിരക്കുമായിരുന്നു. ഒരു ഏകോപനത്തിലെ കുറവ് തന്നെയല്ലേ ഹൈക്കോടതിയും ചൂണ്ടിക്കാണിക്കുന്നത്? അവന് തീർച്ചയായും ഒരു ഏകോപനം ശബരിമല സന്നിധാനത്തും അതോടൊപ്പം തന്നെ ഈ ഭക്തജന തിരക്ക് നിയന്ത്രിക്കാനും ഇതിന്റെ ഭരണനിർവഹണത്തിന് ഉൾപ്പെടെ വേണം എന്ന നിലയിലുള്ള കാര്യം തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞു വെക്കുന്നത്. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് ഇത്തരത്തിൽ ഈ കേസ് പരിഗണിച്ചത്. സ്വമേധയാ എടുത്ത കേസാണ് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട പ്രത്യേകത. കാരണം ഇന്നലെ ഭക്തജന തിരക്ക് വലിയ രീതിയിലുള്ള ഒരു തിരക്ക് അവിടെ അനുഭവപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു നിലപാടും അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടിയും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ആളുകളെ കയറ്റുന്ന കുറയ്ക്കേണ്ടി വരും എന്നൊരു നിലപാട് തന്നെയാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് എടുത്തിട്ടുള്ളത്. ശബരിമലയിലേക്ക് ഭക്തര് എത്തുന്ന വലിയ രീതിയിലുള്ള ഒരു തിരക്കുണ്ട്, അത് കുറയ്ക്കേണ്ടി വരും. അല്ലെങ്കിൽ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന ഒരു നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ഭക്തർ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വരുന്നു. ഈ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വരുന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ഭക്തരാണ്, വൃദ്ധർ ഉൾപ്പെടെയുള്ള ഭക്തരാണ് എന്നതും ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ മണിക്കൂറുകളോളമുള്ള കാത്തിരിപ്പ് ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അത് പാടില്ല. അത് ഭക്തർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കണം. അതുകൊണ്ട് തന്നെ ദർശനത്തെ ഭക്തർക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തണം എന്ന നിലയിലുള്ള ഒരു കാര്യവും ഹൈക്കോടതി പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു ഏകോപനം ആവശ്യമാണ്. അവിടെ പറഞ്ഞതുപോലെ തന്നെ ഏകോപനം ആവശ്യമാണ് എന്നൊരു കാര്യം തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞത്. 6 മാസം മുമ്പെങ്കിലും ഒരുക്കങ്ങൾ തുടങ്ങണമായിരുന്നു. സെക്ടറുകളായി തിരിച്ച് ഭക്തർക്ക് പ്രവേശനം അനുവദിക്കണം എന്ന ഒരു നിർദ്ദേശവും ഹൈക്കോടതി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ സെക്ടറുകളിലും എത്ര പേരെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് സംബന്ധിച്ച ഒരു വ്യക്തത ദേവസ്വം ബോർഡിനും സർക്കാരിനും വേണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. വിഷയത്തിൽ മറുപടി നൽകണമെന്ന് സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ എന്താണ് തങ്ങളുടെ നിലപാട് എന്ന് അറിയിക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് മാത്രം ഇടപെട്ടാൽ പോരാ, ദേവസ്വം ബോർഡും ഇതിന് ആവശ്യമായ നടപടി എടുക്കണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൽ കർശന നിർദ്ദേശം എന്ന നിലയിൽ നമുക്ക് പറയേണ്ടി വരും. അത്തരത്തിൽ വളരെ ഗൗരവകരമായി തന്നെയാണ് കോടതി ഇത് കാണുന്നത്. ഹൈക്കോടതി ഇടപെടലും ഇന്നലെ ഉണ്ടായ ഭക്തജന തിരക്ക് മൂലമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡ് ഇടപെടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇത്രയും അധികം ആളുകളെ എന്തിന് കയറ്റുന്നു എന്നുള്ള നിലയിലുള്ള ചോദ്യമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഇന്നലെ ഉണ്ടായത്. ഇന്നലത്തെ വിഷയത്തിൽ ഉണ്ടായത് 90,000 പേരാണ് സ്പോട്ട് ബുക്കിങ്ങും വെർച്വൽ ക്യൂവും ഉൾപ്പെടെ ഉള്ള ആളുകൾ 90,000 പേരാണ് എത്തുന്നത്.
ഇത് ഇവർക്ക് എങ്ങനെ നിൽക്കാൻ കഴിയും, ഭക്തരെ സെക്ടറുകളായി തിരിച്ചിട്ടുണ്ടോ എന്ന രീതിയിലും കോടതി ചോദിച്ചു. സന്നിധാനത്ത് ഉൾപ്പെടെ എത്ര ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയും എന്നൊരു ചോദ്യം സർക്കാരിനോടും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിനോടും ചോദിച്ചിട്ടുണ്ട്. ഭക്തരുടെ തിരക്കിൽ വലിയ രീതിയിലുള്ള ഗൗരവകരമായ ചോദ്യങ്ങളാണ് ഇത്തരത്തിൽ കോടതിയുടെ ഭാഗത്തുണ്ടായത്. അതോടൊപ്പം തന്നെ സന്നിധാനത്ത് വെർച്വൽ ക്യൂവിന്റെ നിയന്ത്രണം അല്ലെങ്കിൽ വെർച്വൽ ക്യൂവിന്റെ എണ്ണം കുറയ്ക്കേണ്ടി വരുമെന്നും കോടതി ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആവണി ഇർഫാൻ, നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് കോടതി ഇപ്പോൾ പരാമർശിച്ചു പോയിട്ടുള്ളതും. ഇതിൽ ദേവസ്വം നൽകിയിട്ടുള്ള മറുപടികൾ എന്തൊക്കെയാണ്? കാരണം കഴിഞ്ഞ ദിവസം ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ദേവസ്വം സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞത് ഈ സ്പോട്ട് ബുക്കിങ്ങിൽ 20,000-ലധികം പേർ ബുക്ക് ചെയ്തിരുന്നു അവിടെ. എന്നാൽ ഈ തീർത്ഥാടകർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുതല്ലോ എന്ന് കരുതിയാണ് അതിലധികം ആളുകൾ വന്നപ്പോഴും കയറ്റി വിട്ടത് എന്നാണ്. അക്കാര്യത്തിലൊക്കെ കോടതിയുടെ വിമർശനം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും അക്കാര്യത്തിൽ പൊതുവിൽ കോടതി വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. സർക്കാരിനോടും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിനാണ് ഇത്തരത്തിൽ എല്ലാ ചുമതലയും പോലീസിന്റെ തലയിൽ വെക്കാൻ കഴിയില്ല. പോലീസിന് മാത്രമല്ല ഉത്തരവാദിത്തമുള്ളത്. നടത്തിപ്പ് അതോടൊപ്പം തന്നെ ഭരണനിർവഹണം ദേവസ്വം ബോർഡാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിന് കൃത്യമായ ഒരു വ്യക്തത ഉണ്ടാവണം. എത്ര ആളുകൾ അവിടെ വരുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര ആളുകൾ ദർശനത്തിന് എത്തുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നടത്തണം അല്ലെങ്കിൽ നിയന്ത്രിക്കണം. അതിൽ വ്യക്തത ഉണ്ടാവണം എന്ന ഒരു കാര്യം തന്നെയാണ് കോടതി പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച വെർച്വൽ ക്യൂ, സ്പോട്ട് ബുക്കിംഗ്, രണ്ട് സംവിധാനം വഴിയാണ് ഇത്തരത്തിൽ ഭക്തർക്ക് ദർശനത്തിന് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. വെർച്വൽ ക്യൂവിന്റെ എണ്ണം കുറച്ച് ഭക്തരെ നിയന്ത്രിക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടാവണം എന്ന നിലയിലുള്ള കാര്യമാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഈ സ്പോട്ട് ബുക്കിംഗിന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു. അതിൽ 20,000 പേര്, അവന് നേരത്തെ സൂചിപ്പിച്ച പോലെ 20,000 പേര് സ്പോട്ട് ബുക്കിംഗ് നൽകിയത് ഒരാളെയും മടക്കി അയക്കില്ല എന്നുള്ള ദേവസ്വം ഇതിന്റെ തീരുമാനത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ നിലപാടിന്റെ ഭാഗമാണ്. ദർശനത്തിന് ഒരാളെയും ദർശനം നടത്താതെ തിരിച്ചയക്കില്ല എന്നുള്ളത്. അപ്പോഴും കോടതി പറയുന്നൊരു കാര്യമുണ്ട്, ഇതിൽ നിയന്ത്രണം വേണം. എല്ലാ ആളുകളെയും കൂടി, അവിടെ എത്തുന്ന എല്ലാ ആളുകളെയും കൂടി ഒരുമിച്ച് അവിടെ കയറ്റിയാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. അത് വലിയ രീതിയിലുള്ള തിരക്കുണ്ടാവും. അത് അപകടങ്ങളിലേക്ക് ഉൾപ്പെടെ വഴിവെക്കാം എന്നൊരു ദീർഘവീക്ഷണം ഉള്ളത് കൊണ്ട് തന്നെയാണ് കോടതി ഇത്തരത്തിൽ സ്വമേധയാ കേസെടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ സ്വമേധയാ ഹർജി സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും മറുപടി നൽകണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ശരി, ഇർഫാൻ ഇബ്രാഹിം സേട്ടാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വിഷ്ണു പുതുശ്ശേരി കൂടെ പത്തനംതിട്ടയിൽ നിന്നും ചേരുന്നുണ്ട്. വിഷ്ണു, ഈ നിലവിൽ ഇന്നിപ്പോൾ ശബരിമലയിലെ ഒരു ദർശനത്തിനെത്തുന്ന ആളുകളുടെ തിരക്ക് അത് നിയന്ത്രണ വിധേയമാണോ? കഴിഞ്ഞ ദിവസമൊക്കെ ഈ സമയത്ത് വലിയ ഒരു തിരക്കും ക്യൂവും ഒക്കെയാണ് ഈ സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. ഇന്നത്തെ ഒരു സ്ഥിതിവിശേഷം എങ്ങനെയാണ്? തിരക്ക് നിയന്ത്രിക്കാൻ ശബരിമല സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 20,000 പേർക്ക് മാത്രമാകും സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുക. നിലവിൽ 30,000 പേർക്ക് ഇങ്ങനെ എത്തുന്നതാണ് തിരക്ക് നിയന്ത്രിതമാകുന്നത്. സ്പോട്ട് ബുക്കിന് കൂടുതൽ പേർ എത്തിയാൽ അവർക്ക് അത് അടുത്ത ദിവസം ദർശനം സൗകര്യമൊരുക്കാൻ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. നിലയ്ക്കൽ 7 ബുക്കിംഗ് കേന്ദ്രങ്ങൾ കൂടി ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് അറിയിച്ചിരിക്കുന്നത്. സന്നിധാനത്ത് തീർത്ഥാടകർ ഒഴിയുന്ന മുറയ്ക്ക് നടപ്പന്തലിലേക്ക് കടത്തിവിടുന്ന സാഹചര്യം ഉണ്ടാവും. കുടിവെള്ളവും ലഘുഭക്ഷണവും ചുക്കുകാപ്പിയും ലഭ്യമാക്കും. ഇതിനായി ക്യൂ കോംപ്ലക്സ് 200 ജീവനക്കാരെ അധികമായി നിയോഗിച്ച സാഹചര്യമുണ്ട്. മണ്ഡല മകരവിളക്ക് ഉത്സവത്തിനായി ഇതുവരെ ദർശനത്തിനായി 1,00,000 പരം ഭക്തജനങ്ങൾ എത്തിയിട്ടുണ്ട്. ഞായറാഴ്ച വൈകിട്ട് 5-ന് നട തുറന്ന ശേഷം 5 ലക്ഷത്തിൽ പരം ആളുകൾ ശബരിമലയിലെത്തി. തിങ്കളാഴ്ച നിരവധി ഭക്തജനങ്ങൾ ശബരിമലയിലെത്തിയ കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. വെർച്വൽ ക്യൂ വഴി 70,000 പേർക്ക്, സ്പോട്ട് ബുക്കിംഗ് വഴി 20,000 പേർക്കുമാണ് ദർശനം അനുവദിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ശബരിമലയിൽ തീർത്ഥാടകരുടെ തീർത്ഥാടനം സുഗമമായി നടത്തുവാൻ എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പാടാക്കി വരികയാണ്. ശരി, വിഷ്ണു പുതുശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു തിരക്കിൽ ദേവസ്വം ബോർഡിന് രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഇത്രയും വലിയൊരു തിരക്കൊക്കെ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നിപ്പോൾ ശബരിമലയിൽ തിരക്കൊക്കെ നിയന്ത്രണ വിധേയമാണ്. വലിയ തിരക്കില്ലാതെ തന്നെ ഈ കാര്യങ്ങൾ കർശനമായ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ അവിടെ ഭക്തരെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. ദുരന്തം വരുത്തി വെക്കരുതെന്നുള്ളൊരു മുന്നറിയിപ്പ് അതിന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ IAS കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സർ, നമസ്കാരം. അതായത് ഈ കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു തിരക്കിലൊക്കെ ഒരു വലിയ അപകടം തന്നെ ഒഴിവായി പോയി എന്ന് വേണം പറയാൻ. അത്രത്തോളം തിരക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ തിരക്കൊക്കെ നിയന്ത്രണ വിധേയമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രണ വിധേയം. ഇന്നലെ എന്തുകൊണ്ട് നിയന്ത്രണ വിധേയമായെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വന്നു എന്നുള്ളത് നമ്മളെ അന്താളിപ്പിച്ചിരിക്കുകയാണ്. അതെന്തുകൊണ്ട് പറ്റിയെന്ന് ചോദിച്ചാൽ പമ്പയിലുള്ള
നിയന്ത്രണത്തിൽ വന്ന ചില പാളിച്ചകളാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ക്യൂ നിൽക്കേണ്ട, അതായത് സ്പിരിച്വൽ ബുക്കിംഗ് കഴിഞ്ഞ് ആ ഡേറ്റിൽ അല്ലാത്തവരും വന്നവരെ കയറ്റി വിട്ടതാണ് പ്രശ്നം. അതായത് 18-ാം തീയതി വരേണ്ടവര് 20-ാം തീയതി വരേണ്ടവർ 21-ാം തീയതി വരേണ്ടവരെ കൂടെ 18-ാം തീയതി വന്നു, അല്ലെങ്കിൽ അവരെ കയറ്റി വിട്ടു. അവിടെ നിയന്ത്രണം ഉണ്ടായില്ല. അപ്പോൾ നിലയ്ക്കലും പമ്പയിലുമുള്ള ക്രൗഡ് മാനേജ്മെന്റ് അല്ലെങ്കിൽ പിൽഗ്രിം മൂവ്മെന്റ് ഇത് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതത് ദിവസത്തെ ടിക്കറ്റുകൾ ഉള്ളവരെ കയറ്റു എന്നുണ്ടെങ്കിൽ നമുക്ക് 80,000 90,000 പേരെ കൊണ്ട് ഭംഗിയായിട്ട് ചെയ്തു. ഇന്നലെ അത് കൈവിട്ടു പോയതാണ്, ഇത് നിയന്ത്രണം വിട്ടുപോയത്. അത് ഇനി ഉണ്ടാവില്ല എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. കോടതി പറഞ്ഞത് സ്വാഭാവികമാണ്. കാരണം ഇന്നലെ ആശങ്കാജനകമായ തീരുമാനം സിറ്റുവേഷൻ ഞാൻ തന്നെ അവിടുന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഇവിടെ ഭയങ്കരമായ ക്യൂ വന്നിട്ട് പിന്നെ ഞാൻ രാത്രി ഇറങ്ങിയിട്ടുള്ളൂ. കാരണം അത്രമാത്രം രാത്രിയായപ്പോഴത്തേക്ക് കുറേയേറെ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായി ആളുകൾക്ക് സുഗമമായി കാണാൻ സാധിക്കും. ഇപ്പൊ തന്നെ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഈ ക്യൂ അനുസരിച്ചിട്ടുള്ള ആളുകൾ മാത്രമേ അവിടെ കയറാൻ പാടുള്ളൂ. ബാക്കിയുള്ളവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി നിലയ്ക്കലും പമ്പയിലും അവരെ ഹോൾഡ് ചെയ്യണം. അവരുടെ ദിവസം വരുമ്പോഴേ കയറാൻ പാടുള്ളൂ. അങ്ങനെ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാവും. അങ്ങനെ ഈ 90,000 ആളുകളെ വരുന്നുള്ളൂ എങ്കിൽ നമുക്ക് അവർക്ക് വെള്ളവും ഭക്ഷണവും ഒക്കെ കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് കവിഞ്ഞു വരുമ്പോഴത്തേക്ക് നിയന്ത്രണങ്ങൾ വിട്ടുപോകുന്നു എന്നുള്ളത് സ്വാഭാവികമാണ്. അത് ഇനി ഉണ്ടാവാത്ത രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും ഹൈക്കോടതി അതുപോലെ തന്നെ ഉന്നയിച്ചിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ 6 മാസം മുൻപെങ്കിലും ഇതിനു വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടിയിരുന്നു എന്നാണ്. അത്തരത്തിലൊരു മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ അതിനുവേണ്ട പ്ലാനിംഗ് ഒന്നും നടന്നിട്ടില്ലേ? 6 മാസത്തിന് മുമ്പ് തുടങ്ങണമായിരുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ലല്ലോ. ഇപ്പൊ ഞാനിപ്പോ ഒരു പരിധി കൂടെ കൂട്ടിപ്പറയാൻ 2026 മണ്ഡലപൂജ, മണ്ഡലവിളക്ക്, എന്താണ് മരവിളക്ക് മഹോത്സവത്തിന്റെ ഈ ഫെസ്റ്റിവലിന്റെ തുടക്കം ഏപ്രിൽ 14 വിഷു കഴിഞ്ഞിട്ട് ഞങ്ങൾ വിഷുവിന് തൊഴുതിട്ട് ഇറങ്ങുന്ന സമയത്ത് പമ്പയില് ഫെസ്റ്റിവൽ ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടേ ഞാൻ വരുള്ളൂ. ഫെസ്റ്റിവൽ ഓഫീസ് ഏപ്രിൽ മുതൽ 2026 സന്നാഹങ്ങൾ അവിടെ നടക്കും. അങ്ങനെ വരുമ്പോൾ അടുത്ത സീസണിൽ നമ്മൾ ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് വി ആർ റെഡി ടു റിസീവ് പിൽഗ്രിംസ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറത്തക്ക രീതിയിൽ 6-8 മാസത്തിന് മുമ്പ് സംവിധാനങ്ങൾ ആരംഭിക്കേണ്ടതാണ്. ഈ കഴിഞ്ഞ ബോർഡ് സാധാരണ നടത്തുന്ന എല്ലാ ക്രമീകരണങ്ങളും അവർ ചെയ്തു, തീരുമാനങ്ങളും എടുത്തു. പക്ഷേ എടുത്തുപോയ തീരുമാനങ്ങൾ പലതും പ്രാവർത്തികമായില്ല എന്നുള്ളതുകൊണ്ടാണ് ചില പാളിച്ചകൾ പറ്റിയത്. ഇന്നിപ്പോൾ ഈ ജനങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കഴിഞ്ഞ ദിവസം വെള്ളം പോലും ലഭിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞിരുന്നു. ഇന്ന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. ഇന്നവിടെ ഒരുപാട് ആളുകൾ 200 പേര് അഡീഷണൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാവരും ആ പോയിന്റിൽ വർക്ക് ചെയ്യുന്നു എന്ന് ഞാൻ ഹെഡ് കൗണ്ട് എടുത്ത് എന്നെ അറിയിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ 1 മണിക്ക് മുമ്പ് എന്നെ അറിയിക്കും, 1 മണിയോടുകൂടി അറിയിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. എത്ര പേര് നമ്മൾ 300 പേരെ ഡ്യൂട്ടിക്ക് ഇട്ടിരിക്കുകയാണ്. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 3 പേരെ ഡ്യൂട്ടിക്ക് ഇട്ടാലും ഒന്നാല് പൊങ്ങിക്കളയും. അപ്പോൾ ഇത് ഹെഡ് കൗണ്ട് എടുത്ത് എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞു. 300 പേര് അവിടെ ഉണ്ടാവണം. ബിസ്ക്കറ്റ് കൊടുക്കാൻ പറഞ്ഞു. 2 കോടി ബിസ്ക്കറ്റ് തമിഴ്നാട് ഗവൺമെന്റ് തന്നതിന് നമ്മുടെ ഉണ്ട്, എന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ വളരെ നിയന്ത്രണ വിധേയമാണ് കാര്യങ്ങൾ. ഉദ്യോഗസ്ഥരാണോ ഈ 300 പേരും? അല്ലല്ല, നമ്മൾ ജീവനക്കാരെ താൽക്കാലികമായിട്ട് എടുത്തിരിക്കുകയാണ്. അവർ സൂപ്പർവൈസ് ചെയ്യാൻ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരെല്ലാം ഡ്യൂട്ടി പോയിന്റുകളിലുണ്ട്. അവരവിടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ പറഞ്ഞിട്ടുണ്ട്. വെള്ളം കൊടുക്കാനുള്ള ക്രമീകരണങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ എന്താണ് ഈ പാളി എന്ന് പറയുന്നതൊക്കെ ഇപ്പൊ വെള്ളം കൊടുക്കാൻ ക്രമീകരണം. നമ്മൾ 300 പേരെ വിചാരിച്ചു, 100 പേരെ വന്നുള്ളൂ. അത് പ്രശ്നമുണ്ടാക്കും. അങ്ങനെയൊക്കെ ആളുകൾ വരുന്നതിന്റെ കാര്യത്തിലൊക്കെ തന്നെ കുറച്ച് താമസിച്ചു പോയി ചില കാര്യങ്ങൾ എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതൊന്നും ആശങ്കാജനകമായ സ്ഥിതിവിശേഷം ഇപ്പൊ ശബരിമലയിലില്ല. നമുക്ക് നിയന്ത്രണ വിധേയമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിച്ചു. ഇന്നത്തെ നില വളരെ ഭദ്രമാണ്. ഇന്ന് ആളുകൾ വളരെ സന്തോഷമായിട്ട് തൊഴുതു പോകുന്നുണ്ട്. ഈ NDRF സംഘമൊക്കെ ഇന്ന് സ്ഥലത്ത് എത്തുമെന്ന് അറിയിച്ചിരുന്നു. NDRF എത്തിക്കഴിഞ്ഞാൽ 50 പേര് എത്തിക്കഴിഞ്ഞു. NDRF എത്തിക്കഴിഞ്ഞു. ശരി, വളരെയധികം നന്ദി. കെ ജയകുമാറാണ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റായ കെ ജയകുമാറാണ് നമ്മോടൊപ്പം പ്രതികരിച്ചത്. ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും പഴകുളം മധു കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പഴകുളം മധു, അതായത് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ പാളിച്ചകളിൽ വലിയ ഒരു ഗുരുതരമായ ഒരു വിമർശനം തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം ഈ അയ്യപ്പ സംഗമമൊക്കെ നടത്തിയത് തന്നെ ഈ ശബരിമലയിൽ ഈ തിരക്ക്, ശബരിമലയിലെ ഈ വൃശ്ചിക മാസത്തിൽ ഈ മണ്ഡലകാലവുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾക്കും തിരക്ക് നിയന്ത്രിക്കുന്നതിനും അത്തരത്തിലുള്ള ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ അയ്യപ്പ സംഗമം പോലും നടത്തിയത്. എന്നാൽ ഇത്രയും കോടികൾ മുടക്കി നടത്തിയൊരു അയ്യപ്പ സംഗമം നടത്തിയിട്ട് പോലും അതിനു വേണ്ട ഒരു സുരക്ഷ അല്ലെങ്കിൽ അതിൽ ഉണ്ടാകേണ്ടിയിരുന്ന ഒരു സുരക്ഷ ഈ ജനങ്ങൾക്ക് ലഭിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ കെ ജയകുമാർ ഇവിടെ അദ്ദേഹം പ്രകടിപ്പിച്ച ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ദിവസത്തേക്കുള്ള ആത്മവിശ്വാസമാണ്. ഇന്നലെ ശബരിമലയിൽ തിരക്കും അവിടുത്തെ ഭീതികരമായ അന്തരീക്ഷവും കണ്ട ആൾക്കാർ ഇന്ന് ശബരിമലയിലേക്ക് വരുന്ന അവരുടെ ഒരു ഒഴുക്ക് കുറഞ്ഞത് കൊണ്ടുള്ള ഒരു ശാന്തിയാണെന്നത്. ഇത് ഒരു ദിവസം അങ്ങനെ സംഭവിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും പഴയപടിയാവും. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞത് ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിച്ച് ശബരിമലയിലെ തിരക്ക് ഒഴിവാക്കണമെന്നാണ്. മണ്ഡലം മകരവിളക്കിന്
6 മാസം മുമ്പ് തന്നെ. ഇത് ഇങ്ങനെയാണ് ശബരിമലയിൽ എല്ലാ കാലത്തും ചെയ്തിരുന്നത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും ശ്രീ KC വേണുഗോപാൽ ദേവസ്വം മന്ത്രിയുമായിരുന്ന കാലത്ത് മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും ശബരിമലയിലും പമ്പയിലും പന്തളത്തും പത്തനംതിട്ടയിലും ഒക്കെ നിരന്തരമായ അവലോകന യോഗങ്ങൾ ചേർന്ന് ഓരോ സൂക്ഷ്മാംശങ്ങളും പരിശോധിച്ച് എല്ലാ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു മുന്നൊരുക്കം നടത്തിയിരുന്നു. ആ മുന്നൊരുക്കത്തിന് അഭാവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പ്രശാന്ത് മാറും എന്ന് ഘട്ടം വന്നപ്പോ അയാൾക്ക് പിന്നെ ഒന്നിനും താല്പര്യമില്ലാതായി. അയാൾ മാറുമെന്ന് ഉറപ്പായി. പിന്നെ എല്ലാം ഒരു ചിട്ടപ്പടിയായി. അദ്ദേഹത്തിന് റീലിട്ട് കളിക്കുക മാത്രമാണ് പിന്നെ ഉണ്ടായിരുന്ന ഏക ചുമതല. മാധ്യമങ്ങൾ എപ്പോഴും വരും, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്ന പ്രാധാന്യമുണ്ട്. അവരുടെ മുമ്പിൽ നിന്ന് വർത്തമാനം പറയുക, വലിയ അവകാശമായി ഉന്നയിക്കുക എന്നുള്ളതല്ലാതെ ഒരു മുന്നൊരുക്കവും നടത്താനോ ആലോചന യോഗങ്ങൾ സംഘടിപ്പിക്കാനോ അല്ലെങ്കിൽ ഓരോരോ വീഴ്ചകളും കണ്ടെത്തി പരിഹരിക്കാം. ശബരിമലയിലെ വീഴ്ചകൾ എന്ന് പറയുന്നത് ഇന്നലെ ഉണ്ടായ വീഴ്ചയോ ഇന്നുണ്ടായ വീഴ്ചയോ അല്ല. പതിറ്റാണ്ടുകളായി അവിടെ ഒരു അനുഭവം ഉണ്ട്, ഒരു ചരിത്ര പാരമ്പര്യമുണ്ട്. അവിടുത്തെ തിരക്ക് എങ്ങനെ നിയന്ത്രിക്കാം, എങ്ങനെ സേനയെ വിന്യസിപ്പിക്കാം, ശാസ്ത്രീയമായി ഏതെല്ലാം മാർഗങ്ങൾ അവലംബിക്കാം എന്നതിനെ സംബന്ധിച്ചെല്ലാം അവിടെ മുൻകാല പ്രഗത്ഭരായിട്ടുള്ള ഭരണകർത്താക്കളും ദേവസ്വം ബോർഡ് ഭരണാധികാരികളും ഒക്കെ ചെയ്ത ഒരു കീഴ്വഴക്കമുണ്ട്. അതൊന്നും പിന്തുടരാൻ കഴിയില്ല. അപ്പൊ ഇന്നലെ ഉണ്ടായ സംഭവമല്ല, ഓൾ ഓഫ് എ സദൻ വന്നതല്ല. അപ്പൊ ഇതൊന്നും ഉണ്ടായി ശബരിമലയിൽ. കാരണം ശബരിമലയിൽ പതിറ്റാണ്ടുകളായി നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്. തിരക്ക് നിയന്ത്രണത്തിന് പ്രത്യേക സംവിധാനം വേണമെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. നിലയ്ക്കൽ സംവിധാനം, 18-ാം പടി തുടങ്ങിയ സ്ഥലങ്ങൾ ഉൾപ്പെടെ 5ഓ 6ഓ സെക്ടറുകളായി തിരിച്ച് ഓരോ സ്ഥലത്തും ഒരു സമയത്ത് എത്ര പേർ വരും, എത്ര പേർ ഉൾക്കൊള്ളാൻ കഴിയും, സ്വതന്ത്രമായി ശ്വാസം കിട്ടുന്ന വിധത്തിൽ, കുടിവെള്ളം കിട്ടുന്ന വിധത്തിൽ എത്ര പേർക്ക് നിൽക്കാൻ കഴിയും എന്നെല്ലാമുള്ള ശാസ്ത്രീയമായ പഠനമാണ്. സേനയെ വിന്യസിപ്പിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. സേന വരുന്നത് നല്ലതാണ്, പക്ഷെ കൂടുതൽ സേന വരുമ്പോൾ ഭക്തന്മാർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകരുത്. ഇവിടെ വേണ്ടത് സയന്റിഫിക് മെത്തേഡ്സ് ആണ്, ശാസ്ത്രീയമായ സമീപനമാണ്, അതിനുള്ള പരിഷ്കാരമാണ്. അത് നടപ്പാക്കാൻ പുതിയ ദേവസ്വം പ്രസിഡന്റിന് അദ്ദേഹത്തിന് അതിനുള്ള താല്പര്യമുണ്ടോ, അദ്ദേഹത്തിന് അതിനുള്ള പദ്ധതിയുണ്ടോ? അതാണ് അടിയന്തരമായി നടപ്പാക്കേണ്ടത്. ഇവിടെ വേണ്ടത് ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് മണ്ഡലം മകരവിളക്ക് തീർത്ഥാടന കാലം ആരംഭിച്ച് 1-2 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയി ചെയ്യേണ്ട ചില നടപടികളുണ്ട്. ആ നടപടികളും തീർച്ചയായും അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് രണ്ടിനെക്കുറിച്ചും പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ പറയാനുള്ളത്. എന്തുകൊണ്ടാണ് ശബരിമലയിൽ ശൗചാലയങ്ങൾ, ടോയ്ലറ്റിൽ വൃത്തിയാക്കണം എന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞിട്ട് വേണോ അവരുടെ ദേവസ്വം ബോർഡിൽ ചെയ്യാൻ, ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യാൻ? ഇതാരാണ് ചെയ്യേണ്ടത്? ഇവരെ ആരിനി ഉദ്ഘാടിപ്പിക്കണം, ആരവരെ പ്രേരിപ്പിക്കണം, എന്താണ് വേണ്ടത്? അപ്പൊ ശബരിമലയിലെ ശൗചാലയങ്ങളിൽ ശുചിത്വം ഉണ്ടാക്കണം, ക്ലീൻ ചെയ്യണം, അവിടെ ആൾക്കാർക്ക് കയറി ഇറങ്ങി പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ അവസരം ഉണ്ടാക്കണം, അതിന് മൂക്കുപൊക്കാതെ അവിടെ കയറാൻ, ഇതൊക്കെ ഹൈക്കോടതിക്ക് പറയേണ്ടി വന്നില്ലേ? പിന്നെ ഇവരെന്താണ് അവിടെ ചെയ്തിട്ടുള്ളത്? അവിടെ എത്തുന്നവരെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ വിടാൻ പറ്റില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര രൂക്ഷമായ വിമർശനമാണ്. ഈ വിമർശനത്തെ മുഖവിലേക്ക് എടുക്കാൻ തയ്യാറാകണം. അയ്യപ്പ സംഗമം നടത്തിയത് ഇതിനു വേണ്ടിയൊന്നുമല്ല. അയ്യപ്പ സംഗമം നടത്തിയത് സർക്കാരിന്റെ പേരുദോഷം മാറ്റാൻ വേണ്ടിയും അതിന്റെ മറവിൽ കോടികൾ അടിച്ചു മാറ്റാൻ വേണ്ടിയാണ്. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പണം കൊടുത്തിട്ട് ആ പണം പാർട്ടി ഫണ്ടിലേക്ക് വകമാറ്റാനുള്ള ഗൂഢപദ്ധതികൾ കേരളത്തിൽ എല്ലായിടത്തും നടത്തുന്നു. അത് ശബരിമലയിൽ നടത്തി. ആഗോള അയ്യപ്പ സംഗമം എന്നൊക്കെ നടത്തി വലിയ 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 പുരപ്പുറത്ത് കയറി നിന്ന് ഇവര് വലിയ വീരവാദം മുഴക്കിയിട്ട് ശബരിമലയിൽ ഒരു മുന്നൊരുക്കവും നടത്തിയിട്ടില്ല. അവിടെ തീർത്ഥാടന കാലം വരുമെന്ന് 6 മാസം മുമ്പേ അറിയുന്ന സർക്കാർ അവിടെ ഒന്നും ചെയ്തില്ല, മന്ത്രി ചെയ്തില്ല. ഈ മന്ത്രി എന്ന് പറഞ്ഞൊരു കള്ള നാണയമാണ്. അദ്ദേഹത്തിന് ഈ ചുമ്മാ ആൾക്കാരെ കബളിപ്പിക്കാനുള്ള വലിയ വർത്തമാനം സുമുഖവനായി ഒരുങ്ങിക്കുട്ടപ്പനായി വന്നതെന്ന് പറയാനല്ലാതെ ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി DN വാസവൻ ഒരു സമ്പൂർണ്ണ പരാജയമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഒരു തവണ വലിയ കുഴപ്പമില്ലാതെ ഉദ്യോഗസ്ഥന്മാർ, പോലീസ് എല്ലാ സൗകര്യത്തോടും നടന്നു. അതിന്റെ എല്ലാം ക്രെഡിറ്റ് ദേവസ്വം മന്ത്രി എടുത്തു. ഇപ്പൊ ദേവസ്വം മന്ത്രി ആക്ട് ചെയ്യേണ്ട യഥാർത്ഥ സമയം വന്നപ്പോൾ അദ്ദേഹം പരാജയപ്പെട്ടു. ശരി, വളരെയധികം നന്ദി ശ്രീ പഴകുളം മധു ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ റിട്ടയർഡ് SP ആയ KM ആന്റണി കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സർ നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ശബരിമലയിൽ ഉണ്ടായ തിക്കിലും തിരക്കിലും ഗുരുതരമായ വിമർശനങ്ങളൊക്കെ തന്നെ ഇന്നലെ മുതലേ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വലിയ വിമർശനം ഇപ്പോൾ ദേവസ്വത്തിനും സർക്കാരിനും ഒക്കെ നേരിടുന്നുണ്ട്. കാരണം ഈ ഒരു തിരക്ക് നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഒരു കൃത്യമായ ഏകോപനം അല്ലെങ്കിൽ ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ കൃത്യമായ ഒരു ഏകോപനം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. ദിനംപ്രതി ലക്ഷക്കണക്കിന് അയ്യഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്ന ശബരിമല പോലുള്ള ഒരു അതിപ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രത്തില്
വ്യക്തമായ ധാരണകളൊന്നുമില്ലാത്ത ഒരവസ്ഥ എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്നിപ്പോ അതിൽ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അതിനെ വിമർശിച്ചിരിക്കുന്നു. പോലീസിന് മാത്രമല്ല ഇതിനകത്തുള്ള ഉത്തരവാദിത്തം. ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള മറ്റു ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിച്ച് നടത്തേണ്ട ഒരു വലിയ സംരംഭം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്. കാരണം 60 ദിവസം മാത്രമേ ഇത് ഉള്ളൂ. ഒരാണ്ടില് വൃശ്ചികം 1 എന്ന് പറയുന്നത് നമ്മുടെ കലണ്ടറിൽ ജനുവരിയിൽ നമുക്ക് കിട്ടുന്ന ആ വർഷത്തെ കലണ്ടറിൽ വൃശ്ചികം 1 എന്ന് പറയുന്നത് നവംബർ 15 അടുത്തുള്ള ഒരു ദിവസമാണ്. അന്ന് മുതൽ മകരമാസം 1-ാം തീയതി വിളക്ക് കാണുന്ന അന്ന് വരെയുള്ള കാലഘട്ടം, അതായത് ഏകദേശം 60 ദിവസത്തോളം. ആ കാലഘട്ടത്തിൽ നടത്തേണ്ടതായ ആ അയ്യപ്പ ഭക്തരുടെ സുരക്ഷ എത്രമാത്രം കരുതലോടെയാണ് നമ്മൾ ചെയ്യുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ ആരെ കുറ്റപ്പെടുത്തണം എന്നുള്ളതല്ല. ഇപ്പം ഹൈക്കോടതി വ്യക്തമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു. ആളുകളെ കയറ്റുക എന്നുള്ളതല്ല അധികാരികളുടെ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരുടെ ചുമതല. കയറുന്നവർക്ക് സുരക്ഷിതത്വം നൽകുന്നുണ്ടോ എന്നുള്ളതാണ്, അത് ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഇന്നലെ തിക്കിലും തിരക്കിലും ചെറിയ പിഞ്ചു കുട്ടികളും അതുപോലെ തന്നെ സ്ത്രീകളും പ്രായമുള്ള ആളുകളും, നമ്മൾ വിചാരിക്കും ശബരിമലയിൽ എത്തുന്നവരെല്ലാം നല്ല ആരോഗ്യസ്ഥിതി ഉള്ളവരാണ് എന്നുള്ളത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. അംഗപരിമിതരായിട്ടുള്ളതും, ഞാൻ വർഷങ്ങളോളം അവിടെ ജോലി ചെയ്തിട്ടുള്ളതാണ്. ആ ചുമതല ചെയ്തിട്ടുള്ള ആള് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്. നമ്മൾ ആന്ധ്രയിൽ നിന്നും അതുപോലെ തന്നെ തെലങ്കാനയിൽ നിന്നുമൊക്കെ ബസ്സിലും മറ്റും ദിവസങ്ങളോളം സഞ്ചരിച്ച് ഈ കഷ്ടപ്പാടിലും ദുരിതത്തിലുമാണ് അവർ എത്തിച്ചേരുന്നത്. എത്തിച്ചേർന്നതിന് ശേഷം 10-12 മണിക്കൂർ അവിടെ കയറാനായിട്ട് അവരവിടെ നിൽക്കേണ്ടതായ സാഹചര്യം വരുന്നുണ്ട്. ഇത് നമ്മൾ മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ പോലും അതിൽ പല ബുദ്ധിമുട്ടുകളും ഉള്ളതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ അതിനെ എത്രമാത്രം ഗൗരവത്തോടെ അത് ബന്ധപ്പെട്ട അധികാരികൾ കാണുന്നുണ്ട് എന്നുള്ളതിന് സംശയമുണ്ട്. ഇപ്പൊ കോടതി ഇടപെട്ടിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി അതിന് ധാരണ പറയുന്നുണ്ട്. കാരണം സെക്ടറുകൾ തിരിച്ച് കൂടുതൽ ആളുകൾ വന്നാൽ ആ മല കയറുന്നതിന് മുമ്പ് തന്നെ എവിടെയെങ്കിലും അവരെ കരുതി നിർത്തണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്ത് വെള്ളവും അതുപോലെ തന്നെ അവരുടെ പ്രാഥമിക കാര്യങ്ങൾക്കും എല്ലാം സൗകര്യങ്ങൾ ചെയ്തു നിർത്താൻ പറ്റുന്ന സ്ഥലങ്ങൾ കണ്ടെത്തണം. ഇപ്പൊ നമ്മൾ നിലവിലുള്ള സംവിധാനം വെച്ചിട്ട് നിലയ്ക്കല്, അതുപോലെ തന്നെ പമ്പ, അതുപോലെ തന്നെ സന്നിധാനത്ത് എത്ര പേരെ ഉൾക്കൊള്ളാൻ പറ്റും? സന്നിധാനം എന്ന് പറയുമ്പോൾ മരക്കൂട്ടം ഉൾപ്പെടെ, മരക്കൂട്ടം കഴിഞ്ഞ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ മൊത്തം കയറ്റമാണ് അല്ലെങ്കിൽ ഇറക്കമാണ്. കയറുന്നതും ഇറങ്ങുന്നതുമായിട്ടുള്ള വഴിയാണത്. അവിടെയൊന്നും ആളുകൾക്ക് നിൽക്കാൻ പറ്റില്ല. ഒരു 10 മിനിറ്റ് പോലും ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല. അത്രമാത്രം കിൽക്കാൻ തൂക്കായിട്ടുള്ള ആ കയറ്റമാണ്. അപ്പം ഇതിനെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ വർഷവും വരുന്ന ഒരു തീർത്ഥാടന കാര്യമാണിത്. നമ്മളത് മുൻകൂട്ടി ഇപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതി 6 മാസം മുമ്പ് തന്നെ നിങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തണമായിരുന്നുവെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അത് 6 മാസം എന്നല്ല, ഇന്ന് സ്ഥിരം സംവിധാനം തന്നെ വേണം. പ്രത്യേകിച്ചും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം മറ്റു തീർത്ഥാടന സ്ഥലങ്ങൾ പോലെയല്ല. അവിടെ ചെന്ന് വിട്ടു കഴിഞ്ഞാൽ ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം വനമധ്യത്തിലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പൊ അത് വലിയ പ്രതീക്ഷയോടെ വ്രതമെടുത്ത് അല്ലെങ്കിൽ നേർച്ച നേർന്നുമൊക്കെ ആയിട്ട് വരുന്ന സാഹചര്യമാണ്. അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാനോ അല്ലെങ്കിൽ ആളുകൾക്ക് വന്നിട്ട് ദർശനം കിട്ടാതെ പോകാനോ ഉള്ള ഒരു സാഹചര്യവും പാടില്ല, അല്ലെങ്കിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പം എന്താണ് പറയുന്നത്, കോടതി ഇപ്പം അതിൽ ഇടപെട്ടു സംസാരിച്ചിട്ടുണ്ട്. ഇതൊരു ഉത്സവം പോലെ നടത്താൻ പറ്റുന്നതല്ല. ഇതിന് സ്ഥിര സംവിധാനം വേണം. അതുപോലെ തന്നെ ശാസ്ത്രീയമായ പഠനം നടത്തി ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്നത് എത്രയെന്നുള്ളത്. ഇപ്പൊ 90,000 പേരെ കൂടി അവിടെ ദർശനത്തിന് അനുമതി കൊടുക്കണമെന്നാണ് ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞു. അപ്പൊ 90,000 പേര് ഒരു ദിവസം എന്ന് പറഞ്ഞാല് ഒരു മിനിറ്റില് ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 80 പേര് 90 പേരാണ് 18-ാം പടി കയറാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു പോയിന്റിലൂടെ പോകുന്നവരാണ്. അതുപോലെ തന്നെ സോപാനത്ത് ദർശനം നടത്താന് അവർക്ക് ഒരു സെക്കൻഡുകൾ മാത്രമാണ് ഒരാൾക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ അത്രമാത്രം പാടുപെട്ട് കഷ്ടപ്പെട്ട് വരുന്ന ആളുകൾക്ക് സൗകര്യങ്ങൾ, മറ്റു കൂടിയ സൗകര്യങ്ങളൊന്നുമല്ല, അവർക്ക് സുരക്ഷിതത്വവും മറ്റ് സജ്ജീകരണങ്ങളും ചെയ്തു കൊടുത്ത് സമാധാനപൂർവ്വമായിട്ട് ഒരു ദർശനം നടത്താനുള്ള സാഹചര്യം സൃഷ്ടിക്കണം. അവർക്ക് സുരക്ഷിതമായിട്ട് വന്നു പോകുവാനും നിൽക്കുവാനും അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുവാനും ഒരു സമാധാന അന്തരീക്ഷം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്വച്ഛന്തമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ അവർക്ക് സൃഷ്ടിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ അതൊരു ശരിയായ ഒരു ചുമതലയായിട്ട് തീരുകയുള്ളൂ. അതുകൊണ്ട് എന്താണെങ്കിലും ഇതില് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നേരിട്ട് ഇടപെട്ട കാര്യങ്ങൾ ഇതിൽ ഇടപെടുന്നത് കൊണ്ടും അതിൽ നിർദ്ദേശങ്ങൾ നൽകുന്നതും അതുപോലെ തന്നെ നിരീക്ഷിക്കുന്നതും പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും അത് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ, ഈ വരുന്ന
ഏതാണ് 10-58 ദിവസങ്ങൾ അല്ലെങ്കിൽ 10-60 ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ കാര്യങ്ങൾ ഭംഗിയായി മെച്ചപ്പെടും, എല്ലാവർക്കും സുരക്ഷിതത്വം കിട്ടും, സമാധാനപൂർവ്വമായിട്ടോ അല്ലെങ്കിൽ വന്ന് സുരക്ഷിതമായി പോകാമെന്നുള്ളൊരു ഉറപ്പ് ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ശരി, വളരെയധികം നന്ദി കെ എം ആന്റണി ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ ദുരന്ത പ്രതിരോധ വിദഗ്ധനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സർ നമസ്കാരം. അതായത് ഈ ശബരിമലയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു പ്രശ്നമെന്ന് പറയുന്നത് ഏകോപനത്തിലെ വീഴ്ചയാണെന്ന് ഹൈക്കോടതിയുടെ അടക്കം വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം ഈ കുംഭമേളയിൽ അടക്കമുണ്ടായ തിരക്കുകൾ, ഈ തിരക്ക് നിയന്ത്രണ വിധേയമാകുമ്പോഴാണ് വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ സമാനമായൊരു സാഹചര്യമാണ് ശബരിമലയിൽ ഉണ്ടായത് എങ്കിൽ പോലും വലിയൊരു ഭാഗ്യം കൊണ്ട് തന്നെ ആ ഒരു അപകടത്തിലേക്കൊന്നും കാര്യങ്ങൾ ചെന്നെത്തിയില്ല എന്ന് വേണം പറയാൻ. ഇത്തരത്തിലുള്ള ഈ അപകടങ്ങൾ അത് വരുന്നതിന് മുൻപ് തന്നെ തടയേണ്ടതല്ലേ? വന്നിട്ടെടുക്കേണ്ട കാര്യങ്ങളല്ലല്ലോ നമ്മൾ നോക്കേണ്ടത്. അതിന് മുൻപ് തന്നെ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങളല്ലേ നിയന്ത്രിക്കേണ്ടത്? അല്ല, ഇത് പറയുമ്പോൾ നമ്മൾ ഒരു പേര് പറയാതെ പോകുന്നത് ശരിയല്ല. സുഗതകുമാരി ടീച്ചർ ഇവിടെ ജീവിച്ചിരുന്നു തിരുവനന്തപുരത്ത്. അപ്പൊ അവർ ഈ കാനനത്തെയും അതുപോലെ കാടും മേടും പുഴയും നദിയും ഒക്കെ സംരക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ്, നമുക്കറിയാം. അപ്പൊ ടീച്ചർ ഒന്നല്ല പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതൊരു കാനന ക്ഷേത്രത്തിലേക്ക് എടുക്കേണ്ടുന്ന ഒരു പ്രിക്കോഷൻ അവിടെ നടക്കുന്നില്ല എന്നുള്ള ഒരു വലിയ വാദമുണ്ട്. നമ്മളെപ്പോലുള്ള ആളുകൾ കാണുന്നത് ഒരു പ്രദേശത്തിനൊരു ക്യാരിങ് കപ്പാസിറ്റി ഉണ്ട്. പ്രത്യേകിച്ച് ഫോറസ്റ്റ് ആകുമ്പോൾ അതിന്റെ ക്യാരിങ് കപ്പാസിറ്റിയും ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്ന സ്ഥലവും ആളുകൾക്ക് മൊബിലിറ്റി അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഇതിനെ സംബന്ധിക്കുന്ന ഒരു ധാരണയുമില്ല. ഈ 6 മാസത്തെ ഇപ്പൊ കോടതി പറഞ്ഞു 6 മാസം. എന്ത് 6 മാസം? ഈ വർഷത്തെ സീസൺ എന്നാണോ നമ്മുടെ മകരവിളക്ക് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇരിക്കണം അടുത്ത വർഷത്തെ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാൻ. ഇത് അനുഭവങ്ങളുടെ പാഠങ്ങളിൽ നിന്ന് ഒന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ, വേറെ ദിവസമായിരുന്നല്ലേ ഉള്ളൂ, വൃത്തിയൊന്നല്ലേ ഉള്ളൂ. അവിടെ ശബരിമലയുടെ ക്യാരിങ് കപ്പാസിറ്റിക്ക് പറ്റാത്തത്ര ആളുകൾ വരികയാണെങ്കിൽ ഇപ്പൊ വിർച്വൽ ക്യൂ വെക്കുന്നു, സ്പോട്ട് ദർശനം വയ്ക്കുന്നു, അത് അവിടെ വയ്ക്കുന്നു ഇവിടെ വയ്ക്കുന്നു, ഒരു ധാരണയില്ല. അവിടെ പുണ്യം പൂങ്കാവന പദ്ധതി നടന്നിരുന്ന സ്ഥലമാണ്. അവിടെ ഒരുപാട് സന്നദ്ധ സംഘടനകൾ, സ്വാഭാവികമായിട്ടൊരു ഹിന്ദു ക്ഷേത്രത്തിൽ ഹിന്ദു സന്നദ്ധ സംഘടനകളല്ലേ വന്ന് പ്രവർത്തിക്കുള്ളൂ, ക്രിസ്ത്യൻ സംഘടനകൾ കുറച്ചല്ലേ പ്രവർത്തിക്കുള്ളൂ, അല്ലെ വരാൻ സാധ്യത കുറവല്ലേ. പക്ഷെ ഹിന്ദു സംഘടനകൾ എന്നൊക്കെ പറഞ്ഞ് കുറെ സംഘടനകളെയൊക്കെ ഒഴിവാക്കി. ഞാനൊരു ഹിന്ദു സംഘടനയുടെ വ്യക്താവല്ല, പക്ഷെ സന്നദ്ധ പ്രവർത്തകർ എങ്കിൽ ഒഴിവാക്കി. ഓക്കെ, ഹിന്ദു സംഘടനകൾ ഒഴിവാക്കിയ സമയത്ത് അവർ SPC സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിനെയോ അല്ലെങ്കിൽ അത് കുട്ടികളാണ് താഴെ, ഞാൻ പറഞ്ഞ ശബരിമല മണ്ടയിലല്ല, താഴെ അവർ NCCയോ NSSനെയോ അങ്ങനെ അല്ലെങ്കിൽ മറ്റ് വോളണ്ടറി ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഭക്തരായിട്ടുള്ള തന്നെ ചെറുപ്പക്കാരെയൊക്കെ എന്തുമാത്രം ആളുകളെ കിട്ടും. അപ്പൊ അവരെയൊക്കെ വെച്ച് ഇപ്പുറത്തോട്ട്, അതായത് ശബരിമല എന്ന് പറയുന്ന സന്നിധാനത്ത് കൊണ്ടിട്ട് ആളുകളെ നിയന്ത്രിക്കാൻ നോക്കുമ്പോഴല്ലേ ഈ കുഴപ്പമെല്ലാം വരുന്നത്. താഴെ നിന്ന് തന്നെ നിയന്ത്രിതമായിട്ടാണ് ഈ കാര്യങ്ങൾ വിടുന്നതെങ്കിൽ കുറെ അധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ നേരത്തെ ആദ്യം മുതലേ ഞാനൊരു കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ ഇതുപോലത്തുള്ള ഓരോ ദുരന്തം നടക്കുമ്പോഴും പറയുന്ന, അല്ലെങ്കിൽ ഇതുപോലെ ദുരന്തം ഉണ്ടായില്ല, പക്ഷെ ഞാൻ പറയുന്ന പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ പറയുന്നത് നമുക്ക് ഇതിനെ സംബന്ധിച്ച് ഒരു പ്രീ പ്ലാനിങ് ഇല്ല, നമുക്ക് പ്ലാൻ ചെയ്യാൻ അറിയില്ല. അതിപ്പോ ഈ കേസ് എടുത്താലും മഴയുടെ കേസ് എടുത്താലും വരൾച്ചയുടെ കേസ് എടുത്താലും നമുക്ക് പ്ലാനിങ് ഇല്ല. സമയത്ത് കാണിച്ചു കൂട്ടുന്ന ബഹളങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. ആ സമയത്ത് ഇപ്പൊ കഴിഞ്ഞ ഞാൻ ചോദിച്ചപ്പം കെ ജയകുമാർ IAS എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പൊ പുതിയ ആളാണ്, ഒരു ദിവസം അതേസമയം ശ്രീജിത്ത് IPSനെ പോലുള്ള ആളുകൾ മറ്റു ഉദ്യോഗസ്ഥ സംവിധാനം എല്ലാം അവിടെ ഉണ്ടല്ലോ, എത്ര വർഷമായിട്ട് ശബരിമല തന്നെയല്ലോ, അവരെല്ലാം ഭക്തന്മാരും അവിടെ ഉള്ളവരുമല്ലേ. പക്ഷെ അവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് നടക്കേണ്ട സ്ഥലമാണ്. അതൊരു കാനന ക്ഷേത്രമാണ്. ആദ്യം പഠിക്കേണ്ട ഒരു പാഠം, അതൊരു കാനന ക്ഷേത്രമാണ്, വനത്തിനകത്തിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അവിടത്തേക്ക് കൊണ്ടുപോകുന്ന ക്യാരിങ് കപ്പാസിറ്റിക്ക് ഒരു കണക്കുണ്ട്. അവിടുത്തെ ആളുകളെ ഉൾക്കൊള്ളുന്നതാവട്ടെ എന്ത് സംവിധാനത്തിനും ഒരു കണക്കുണ്ട്. അതിപ്പോ നമ്മളിപ്പോ കാനനൊന്നും വിട്ടാൽ പിന്നെ നമ്മുടെ മൂകാംബികയിൽ എന്തുമാത്രം ജനങ്ങൾ പോകുന്നു, ഇതുപോലെ ആരും തിരക്കി മരിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇതുപോലെ സംഭവിക്കുന്നില്ലല്ലോ. നമ്മുടെ തിരുപ്പതിയിൽ എന്തുമാത്രം ജനങ്ങളാണ് ഓരോ ദിവസം പോകുന്നത്. അവർക്ക് വെള്ളമുണ്ട്, ഇരിക്കാൻ സ്ഥലമുണ്ട്, ഇടയ്ക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കും, ചെറിയ ഭക്ഷണമാണ് പക്ഷെ എങ്കിലും അതൊക്കെ കൊടുക്കും, പ്രസാദം പോലെ കൊടുക്കും. ഇത് ഇത്തരത്തിലുള്ള ആളുകൾ കാത്തിരിക്കാൻ തയ്യാറാണ് എത്ര മണിക്കൂറോടെ. പക്ഷെ അവർക്ക് ബാത്റൂമിൽ പോകണം, അവർക്ക് കുടിവെള്ളമാണ്. ഇത് കുടിവെള്ളം കൊടുക്കാനുള്ള ശുദ്ധവെള്ളം ഇല്ലെന്നേ. ഈ ആള് കൂടിയത് അവിടെ നിൽക്കട്ടെ, ആള് കൂടിയതും കുറഞ്ഞതൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ വന്നവർക്ക് കൊടുക്കാനുള്ള വെള്ളം അവിടെ ഇല്ല, ശുദ്ധവെള്ളം. ഉള്ള വെള്ളം മലിന വെള്ളമാണെന്നാണ് പരാതി. അപ്പൊ വളരെ ഗൗരവതരമായ തയ്യാറെടുപ്പില്ലായ്മ. അത് 6 മാസത്തെ 3 മാസത്തെ തയ്യാറെടുപ്പ് കൊണ്ട് കഴിയില്ല. അത് വളരെ കൃത്യമായ ഒരു വിഷൻ അല്ലെങ്കിൽ ഒരു മിഷൻ ഡോക്യുമെന്റ് ഉണ്ടാക്കി അതിന്റെ പുറത്ത് നടക്കേണ്ട കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ശബരിമലയ്ക്ക് വരുന്ന ആളുകളെല്ലാം ഗ്രാമങ്ങളിൽ നിന്നൊക്കെ വരുന്ന, കേരളത്തിൽ നിന്ന് വരുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. അപ്പൊ അവർക്ക് അവിടെ വെച്ച് എഡ്യൂക്കേഷൻ കൊടുക്കണം. അവരെ വീട്ടിൽ, ഞാനിപ്പോ ദേവസ്വം പ്രസിഡന്റ് ആയതിനു ശേഷം ജയകുമാർ സാറിനെ കണ്ടപ്പോൾ ഈ വിഷയം ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതായത് ഒരാൾ ഭക്തനായി മാറി അദ്ദേഹം ശബരിമലയിലേക്ക് അയ്യപ്പസ്വാമിയായി വരുന്ന സമയത്തിന് മുമ്പേ തന്നെ
ഒരു ചെറിയ എഡ്യൂക്കേഷൻ കിട്ടേണ്ടതുണ്ട്. ഇപ്പൊ മെക്കയിലും മദീനയിലൊക്കെ പോകുന്ന ആളുകൾക്ക് പ്രോട്ടോക്കോളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായി കൊടുക്കാറുണ്ട്. എന്നാലും ചില അപകടങ്ങൾ വരും, എങ്കിൽ പോലും അത് കൊടുക്കാറുണ്ട്. അതുപോലെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രോട്ടോക്കോൾ ശബരിമലയിൽ ഉണ്ടാകേണ്ട കാലം എന്നോ അതിക്രമിച്ചു. അവിടെ അതിന് ധാരണയുള്ള ആളുകളല്ല അവിടെ ഇരിക്കുന്നതും, അവർക്ക് ഇതിൽ താല്പര്യവുമില്ല. അവരുടെ താല്പര്യങ്ങൾ വേറെ കാര്യങ്ങളിലാണെന്ന് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് പിന്നെ മാത്രമല്ല, ഇപ്പൊ 5-6 പേരെയല്ലേ പിടിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം അവിടെ ഉണ്ടല്ലോ. അതിലിരിക്കുന്ന പല ആളുകളും ഈ കള്ളന്മാരും കൊള്ളക്കാരും കൊണ്ടോ നമുക്ക് അറിഞ്ഞോളൂ, ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷേ നമ്മുടെ ദുരന്ത പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ദൈവസന്നിധി ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പാവങ്ങൾ രക്ഷപ്പെട്ടതുകൊണ്ടായിരിക്കും, എന്തായാലും വലിയ മരണവും അപകടമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഒരുപാട് പേര് ഇറങ്ങിയിട്ട് പറയുന്നത് ചാനലുകളിൽ വന്നിട്ടുണ്ട്, ഞങ്ങളിനി ശബരിമലയ്ക്കില്ല, ഞങ്ങളിനി അങ്ങോട്ട് വരുന്ന പ്രശ്നമില്ല, ഇതേ മെസ്സേജ് അങ്ങോട്ട് പോവില്ലേ. അതിന്റെ ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ് സാധാരണയായി ദിവസം കഴിയുന്നവർ കൂടി വരേണ്ട ആളുകൾ. പക്ഷെ ഇന്നലെ വൃശ്ചികം 1 കുറച്ച് കൂടും, ഇന്ന് പക്ഷെ അത്ര ഇല്ല. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? വല്ലാത്ത മോശം മെസ്സേജാണ് സമൂഹത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് പറ്റില്ലെങ്കിൽ സിസ്റ്റം പരാജയമാണ്. അത് നമുക്ക് വേണ്ട എന്താണെന്നറിയോ, ഞാൻ വേറൊരർത്ഥത്തിൽ പറയട്ടെ. നമ്മുടെ ആരോഗ്യരംഗമായ ഏത് ഡിസാസ്റ്റർ നിങ്ങൾ എടുത്തോളൂ, നമ്മൾ ആദ്യം സമ്മതിക്കേണ്ടത് നമുക്ക് ചില കുഴപ്പങ്ങളുണ്ട്. എല്ലാ രോഗവുമുള്ള രോഗി, പിന്നെ സകല രോഗമുള്ള രോഗി, BP, ഷുഗർ, കൊളസ്ട്രോൾ, എല്ലാ രോഗി പഞ്ചസാരയുടെ മധുരം കൂടി സാധനം കഴിക്കുമ്പോൾ നിനക്ക് കുഴപ്പമില്ല എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്ന രീതിയിലാണ് കേരളത്തിൽ പല പരിപാടികളും, പ്രത്യേകിച്ച് ദുരന്ത പരിപാലനം എന്ന് പറയുന്നത്. ഇത് ആത്മീയ സ്പിരിച്വൽ ഡിസാസ്റ്റർ വരാൻ എത്ര സമയം വേണം? ആ മലയുടെ മണ്ടയിൽ ഇരുന്ന് ഇത് നല്ല ശക്തമായ മഴയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു തീപിടുത്തമോ എന്തൊക്കെ ഉണ്ടായാലും എത്ര സമയം വേണമെന്നേ. അതുകൊണ്ട് വളരെ കൃത്യമായി ജനങ്ങളെ നിയന്ത്രിക്കുന്നതിനും അവർക്ക് നിന്ന് കാണാൻ പോകുന്ന സംവിധാനം ഒരുക്കുന്നതിലും ഒക്കെ വലിയ പ്ലാനിംഗ് ആണ് ആവശ്യമുള്ളത്. അല്ലെങ്കിൽ അത് സീസൺ വെക്കണമെന്നേ, അല്ലെങ്കിൽ പ്രയോറിറ്റി വെക്കണം. തുടർച്ചയായി പോകണമെന്ന് പ്രാർത്ഥിച്ചുള്ളവർ പോട്ടെ, അല്ലാത്തവർക്ക് ആൾട്ടർനേറ്റീവ് വർഷമൊക്കെ ചിലപ്പോൾ ആലോചിക്കേണ്ടി വരും. അങ്ങനെ പല പ്ലാനിങ് നമുക്ക് ചിന്തിക്കേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു ഡിസാസ്റ്റർ ഇല്ലാത്ത ഒരു മാനേജ്മെന്റ് പ്ലാൻ ഇല്ല എന്നുള്ളതാണ് ശബരിമലയുടെ ഒരു വിഷയം. ശബരിമല അടുക്കാറാകുമ്പോൾ അവര് വലിയ വിവാദവും തർക്കമൊക്കെ ഉണ്ടാക്കി. ഇപ്പൊ തന്നെ ഈ സീസണിലുള്ള ശർക്കരയും തേങ്ങയും കൊടുക്കുന്ന കാര്യത്തിൽ, കൊട്ടേഷൻ കൊടുത്ത കാര്യത്തിൽ വലിയ തർക്കം വന്ന് കോടതിയിൽ വിഷയം വന്നല്ലോ. അപ്പൊ അവിടെ മറ്റേ സ്വർണ്ണമൊക്കെ അവിടെ നിൽക്കട്ടെ, ഇപ്പൊ ശർക്കര തേങ്ങയുടെ 1,60,00,000 തേങ്ങ മറ്റും അവിടെ വരും. അതിന്റെ കൊട്ടേഷൻ കൊടുത്തതിൽ വലിയ കള്ളം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കോടതി പിടിച്ചല്ലോ. ഈ പ്രശാന്തിന്റെ സമയത്ത് തന്നെ കോടതി നിരീക്ഷണങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് അവിടെ വരുന്ന സ്വത്തും മറ്റു കാര്യങ്ങളിലൊക്കെ കണ്ണുവച്ചിട്ട് ഇതിന്റെ ഒരു പ്ലാനിങ് നടക്കാതെ പോകുന്നതിന്റെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ NDRF ഇന്നലെ വന്നില്ല. ഇന്നാണ് NDRF വരുന്നത്. എന്തേ കേരളത്തിലുള്ള NDRFന്റെ ടീം അങ്ങോട്ട് ഇന്നലെ പോയില്ല? കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണോ? അവരെ വിളിച്ചില്ലയോ? അതെ വിളിച്ചിട്ടോ അവർ വന്നില്ലയോ? ശരി, വളരെയധികം നന്ദി ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ്. ഞാൻ പരിമിതി മൂലം ഒന്ന് ഇടപെടുകയാണ്. എന്തായാലും ഈ മണ്ഡലകാല ഏകോപനത്തിൽ ദേവസ്വം ബോർഡിന് ഗുരുതരമായൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. 6 മാസം മുൻപെങ്കിലും ശബരിമലയിൽ ഒരുക്കങ്ങൾ തുടങ്ങേണ്ടിയിരുന്നു എന്നാണ് ഹൈക്കോടതി ഇന്നിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.